ഇവൻ മൂത്തയാളാണ്, ഇത് കിച്ചു. അതുപോലെ ഇത് അർജു. ഇപ്പൊ രണ്ടാളെ കൈയെല്ലാം ഒരുപോലെ ഉണ്ട് കേട്ടോ. മുമ്പ് കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതാണ് ആശാലത ടീച്ചർ. കാസർഗോഡ് രാവണീശ്വരം സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം സോഷ്യോളജി അധ്യാപികയാണ്. അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ടീച്ചർ പങ്കുവയ്ക്കുന്ന വിശേഷങ്ങൾ കാണാനെത്തുന്നത് ആയിരക്കണക്കിന് പേരാണ്. ജീവിത പ്രയാസങ്ങളെ ആത്മവിശ്വാസത്തോടെ ചെറുത്തു തോൽപ്പിക്കുന്നവരാണ് യഥാർത്ഥ വിജയികൾ എന്നതാണ് ടീച്ചറുടെ പക്ഷം. ആളുകളിലേക്ക് ഞങ്ങളെപ്പോലുള്ളവരും സാധാരണ ആളുകളെ പോലെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് എല്ലാം ഞങ്ങളെന്ന് പറയുമ്പോൾ എല്ലാം മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രം ജീവിക്കുന്ന ഒരു വിഭാഗമാണെന്നില്ല. ആ ഒരു കാഴ്ചപ്പാട് തിരുത്തുക എന്നുള്ളതും ആത്മവിശ്വാസം നൽകുക എന്നുള്ള ലക്ഷ്യമാണ് ഉള്ളതിൽ. ഞാൻ തന്നെ സ്വയം ഇൻക്ലൂസീവായിട്ടാണ് എൻ്റെ വീട്ടിൽ കുറേ പോയിരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ ശരിക്കും പറഞ്ഞാൽ വീട്ടുകാരുടെ അത് ഞാൻ വിചാരിക്കാതെ വന്നിട്ടുള്ള ഒരു ഫലമാണ്. അവരുടെ ആറ്റിറ്റ്യൂഡിൽ വരെ ഈ രീതിയിലൊരു മാറ്റം വരുത്താൻ പറ്റിയിട്ടുണ്ട്. ഇന്ന് ചൈനീസ് ക്യാബേജ് കൊണ്ട് ഒരു സലാഡ് ഉണ്ടാക്കാം. ഉണ്ണിയേട്ടനന്ന് മുറിക്കുന്നേട്ട എനിക്ക് മുറിച്ചാൽ അത് അത്ര വൃത്തി കിട്ടൂല. കോവിഡ് കാലത്തെ വിരസത മാറ്റാൻ തുടങ്ങിയ വിനോദമെന്ന നിലയ്ക്കാണ് ആദ്യം ടീച്ചറും യൂട്യൂബ് ചാനലിനെ കണ്ടത്. എന്നാൽ പതിയെ പതിയെ കളി കാര്യമായി മാറി. ഇന്നിപ്പോൾ ആശാലത ടീച്ചറെ സമൂഹ മാധ്യമങ്ങളിലൂടെ പിന്തുടരുന്നത് ലക്ഷക്കണക്കിന് പേരാണ്.